കാണുന്നത് കാരണം എണീറ്റ് വന്നതേ ഉള്ളൂ. ഐ തോട്ട് ഐ വാക്ക് യു ഓൾ ത്രൂ മൈ ഡേ ടു ഡേ. എന്താ ഇന്ന് നമുക്ക് 2 ക്ലാസ് ഉണ്ട്. ഒരെണ്ണം എനിക്ക് വീട്ടിൽ വെച്ച് ഓൺലൈനാണ്, രണ്ടാമത്തേത് എനിക്ക് കോളേജിൽ പോകണം. സോ അങ്ങനെ ഞാൻ വിചാരിച്ചു പറ്റുന്നിടത്തോളം ഇന്ന് ഐ ഷൂട്ട്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു. ബട്ട് നല്ല വെളിച്ചമല്ല. ഇവിടെ 5:45 ഒക്കെ ആകുമ്പോഴത്തേനും ഇപ്പം സൺറൈസ് ആവും. നല്ല രസമാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ വിചാരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ഓൺലൈനാണ്. അത് കഴിഞ്ഞ ഉടനെ എനിക്ക് കോളേജിൽ പോകാൻ ഇറങ്ങണം. അതുകൊണ്ട് നമുക്കൊരു ഹാഫ് ഡ്രസ്ഡ് ആയിട്ട് തന്നെ ഫസ്റ്റ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യും. അതാകുമ്പം കോളേജ് കഴിഞ്ഞ് പിന്നെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് അപ്പം ഇറങ്ങാമല്ലോ. ഞാൻ പകുതി ഉറക്കത്തിലാട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഇത് ഇച്ചിരി ചൂടുവെള്ളമാണ്, കാരണം ഇന്ന് ഞാൻ കോഫി കുടിച്ചില്ല. ഞാനിപ്പം രാവിലെ കോഫി കുടിക്കുന്ന ഒരു ശീലമാക്കി. സോ എനിക്ക് ആ ശീലം ഇഷ്ടമല്ല. ശീലമാവണ്ട, എനിക്ക് വല്ലപ്പോഴും ഒരു കോഫി ഐ ലൈക്ക് ദാറ്റ്. പക്ഷേ ശീലമാവുന്നോ എന്നൊരു സംശയം എനിക്ക് രാവിലത്തെ കോഫി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ജസ്റ്റ് ചൂടുവെള്ളം കുടിക്കാം. ഇന്ന് ആക്ച്വലി ഇച്ചിരി തിരക്കുള്ള ദിവസമാണ്. ഇന്ന് കുറച്ച് സബ്മിഷൻസ് ഉണ്ട്. നാളെയും രാവിലെ ക്ലാസ് ഉണ്ട്. പക്ഷെ ഞാൻ കുക്കിംഗ് എല്ലാം ഇന്നലെ ചെയ്തു വെച്ചു. ഇന്നലെ ഫുൾ ഡേ ഒരു മാരത്തോൺ കുക്കിംഗ് ആയിരുന്നു ഞാൻ. പക്ഷെ നന്നായി. ഇനിയും 2-3 ദിവസം അടുക്കളയുടെ പഠിച്ചോട്ടുണ്ടാവും അങ്ങനെ. സോ അതൊക്കെ നല്ല കാര്യം. ഇപ്പോൾ ഫാനിൻ്റെ ഡിസ്റ്റർബൻസ് കാണും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ. പക്ഷേ എനിക്കത് ഓഫ് ചെയ്യാൻ ഒരു നിവൃത്തിയും ഇല്ല. ഞാൻ ചൂടെടുത്തൊരു വഴിയാവും. ഓൾറെഡി ഞാനിന്ന് ഇച്ചിരി ഗ്രംപി ആയിട്ട് എണീറ്റ്. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. പക്ഷേ എന്തോ ഇച്ചിരി ഇറിറ്റേറ്റഡ് ആണ് ഞാൻ. ഒന്ന് കുളിച്ച് റെഡിയായി വരുമ്പം സെറ്റാവും. രാവിലെ എണീക്കുന്നത് ഒരു ടാസ്ക് ആണല്ലോ. കണ്ടോ, ഈ വെള്ളത്തിനും ഞാൻ ചൂടുവെള്ളം കുടിക്കും. ഈ വെള്ളത്തിൻ്റെ ചൂടും പോയി. പിന്നെ അവിടെ എന്തൊക്കെയാണ് വിശേഷം? ഇവിടെ ഇപ്പം നല്ല ചൂടാണ്. രാത്രി പക്ഷെ നല്ല സുഖമുണ്ട് കേട്ടോ. രാത്രി ആകുമ്പം ഒരു ചെറിയ തണുപ്പ് വീശും. 2 ദിവസം മുമ്പ് രാത്രി ഭയങ്കര ഇടിവെട്ട് മഴയായിരുന്നു. അപ്പം നല്ല ഉറങ്ങാൻ നല്ല സുഖം. സോറി. എന്നാലും രാവിലെ സെൻസ് ഒരു പകലൊക്കെ ഒരു ഉച്ച വൈകുന്നേരമൊക്കെ ആകുമ്പം ഒരു 33 വരെയൊക്കെ പോകാറുണ്ട്. ആ സമയം ഇച്ചിരി ടാസ്ക്കാണ്. ബട്ട് അകത്താണെങ്കിൽ കുഴപ്പമില്ല. പുറത്തെ സമയത്ത് ഇറങ്ങുന്നത് ഉച്ചയ്ക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് എല്ലാ അത്യാവശ്യങ്ങളും ഉച്ചയാകുമ്പം വരും. എന്തെങ്കിലും ഒരു അത്യാവശ്യം വരും ഉച്ചയ്ക്ക്. അപ്പം എനിക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇന്ന് കുറേ ആവശ്യമില്ലാത്ത പണികളും ഉണ്ട് എനിക്ക്. പക്ഷെ അത് ഇന്ന് തന്നെ ചെയ്യണം. നമുക്ക് ചെയ്യുമ്പോൾ ഞാൻ പറയാം. ഡ്രസ്സ് ഇടുന്നത് ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചു. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ ഡിസൈഡ് ചെയ്ത ഡ്രസ്സല്ല ഞാൻ ഇടുന്നത്. പക്ഷേ ഇന്ന് ഞാൻ വിളിച്ച് ഡിസൈഡ് ചെയ്ത ഡ്രസ്സ് തന്നെ നമുക്കിടണം. അങ്ങനെ. പിന്നെന്താ, ലഞ്ച് കൊണ്ടുപോകണോ അതോ കഴിച്ചിട്ട് പോകാൻ? ലഞ്ച് എനിക്ക് 2 ഏർലി ആയിരിക്കും, കാരണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പക്ഷെ ലഞ്ച് കൊണ്ടുപോകണോ, ഭയങ്കര കൺഫ്യൂഷൻ. ഇതൊക്കെയാണ് എനിക്ക് രാവിലെ എണീക്കുമ്പോൾ കൺഫ്യൂഷൻ. മനസ്സിലായോ? ഇന്നലെ എല്ലാം ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് കിടന്നുറങ്ങിയത്. പക്ഷേ രാവിലെ ആയപ്പോൾ ഇറ്റ് ജസ്റ്റ് ഇൻ വർക്കൗട്ട്. പക്ഷേ അതുകൊണ്ട് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ ലഞ്ച് കൊണ്ടുപോകേണ്ടത്. കൊണ്ടുപോയാൽ എനിക്ക് കഴിക്കാൻ സമയം കിട്ടത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ കഴിക്കത്തില്ലായിരിക്കും. ഞാൻ അതുപോലെ തിരിച്ചു കൊണ്ടുവരും. കൊണ്ടുപോയില്ലെങ്കിലോ ഞാൻ വിശന്നൊരു വഴിയാവും. പിന്നെ ഞാൻ അവിടെ നിന്ന് കഴിക്കും. എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ. പക്ഷേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മതി എനിക്ക്. ഐ എം ഹാപ്പി. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പിന്നെ ഡിസൈഡ് ചെയ്യാം ലഞ്ച് കൊണ്ടുപോകണം. ഇപ്പം നല്ല രാവിലെ ആയാലും ക്ലാസ്സൊക്കെ ഒന്ന് കഴിയട്ടെ. നമുക്കിനി പതുക്കെ കുളിക്കണം. ഞാൻ വിചാരിച്ചു കുളിച്ചിട്ട് ഹാഫ് ഡ്രസ്ഡ് ആയിട്ട്, നേരത്തെ പറഞ്ഞൊരു ഹാഫ് ഡ്രസ്ഡ് ആയിട്ട് ക്ലാസ്സിലിരിക്കാം. അതാകുമ്പം പിന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങാമല്ലോ. കാരണം പിന്നെ 2 ക്ലാസ്സിന് കഴിയുമ്പോൾ ഗ്യാപ്പില്ല. അപ്പം എനിക്ക് വേഗം തന്നെ ഇറങ്ങണം. എന്നാലും അടുത്ത ഇൻ ക്ലാസ്സിന് ഞാൻ കറക്റ്റായിട്ട് എത്തത്തുള്ളൂ.
അപ്പം അത്രയൊക്കെ ഉള്ളൂ, നമുക്ക് കാണാം. അങ്ങനെ ചൂടുവെള്ളമൊക്കെ കുടിച്ചു, കുറച്ച് നേരം വെറുതെ ഇരുന്നു. പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പോയി പെട്ടെന്ന് മേല് കഴുകിയിട്ടായിരുന്നു, കാരണം സമയം ഭയങ്കര സ്പീഡിൽ പോവുക. ഓക്കെ, അപ്പം ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം. മേല് കഴുകി വന്നപ്പോൾ നല്ല ആശ്വാസം. നമുക്കിനിയും ഡ്രസ്സ് ചെയ്യാം. ഞാൻ വിചാരിച്ചു ഡ്രസ്സ് നമുക്ക് ലാസ്റ്റ് ചേഞ്ച് ചെയ്യാം, മുഖമെല്ലാം ചെയ്ത് മുടിയൊക്കെ കെട്ടി സെറ്റാവാം. ബിക്കോസ് ക്ലാസ് തുടങ്ങാറായി, എനിക്കിനിയും ഹാഫ് ആൻ അവർ ക്ലാസ് തുടങ്ങും. സോ ഒരുങ്ങാം. ഓൺലൈൻ ക്ലാസ് തുടങ്ങി. കോളേജിൽ നിന്ന് വീട്ടിലെത്തി. ഇന്നിനി കുറച്ചധികം സബ്മിഷൻസ് ഉണ്ട്, അപ്പോൾ അതെല്ലാം ചെയ്യണം. എനിക്ക് വിശക്കുന്നു. അപ്പോൾ കഴിച്ചിട്ട് അസൈൻമെൻറ്റ് ചെയ്യണം, അസൈൻമെൻറ്റ് ചെയ്തിട്ട് കഴിക്കണം എന്നുള്ള ഡൗട്ടില്ല. കഴിച്ചിട്ട് നമുക്കങ്ങ് ഇരിക്കാം. അപ്പോൾ പിന്നെ ഒറ്റ ഇരിപ്പിന് നമുക്ക് കുറച്ചധികം ചെയ്ത് തീർക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് കഴിക്കാൻ പോയാൽ പിന്നെ ഞാൻ അങ്ങനെ ആ വഴി അങ്ങ് പോവും. ഇപ്പം സമയം ഓൾമോസ്റ്റ് 5 മണി കഴിഞ്ഞു. അപ്പം നമുക്കിനിയും ഡ്രസ്സ് മാറി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്തൊരാശ്വാസം, ഇപ്പോഴാണ് സമാധാനമായ. ഇനി നമുക്ക് പാത്രമെല്ലാം കഴുകി വെച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അസൈൻമെൻറ്റൊക്കെ തുടങ്ങാം. അത് അസൈൻമെൻറ്റ് എനിക്കൊന്ന് രാത്രി വരെ പോവും, പക്ഷെ കുഴപ്പമില്ല. ഇനിയും പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ലല്ലോ. ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് മെയിൽ കഴുകണമെന്നേ ഉള്ളൂ. കഴുപ്പും പരിപാടികളെല്ലാം കഴിഞ്ഞല്ലോ. സോ നമുക്ക് ടൈമുണ്ട്. ഓക്കെ, അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഈ പാത്രമെല്ലാം കഴുകി വെച്ച് ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നു. പക്ഷെ ഉറങ്ങിപ്പോകാൻ തുടങ്ങുന്നു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എണീറ്റു. ഇല്ലെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോകും. പിന്നെ ഞാൻ ആക്ച്വലി നാളെ രാവിലെ എണീക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ എണീറ്റു. എനിക്ക് നല്ല ഉറക്കം വരുന്നതാണ്. പക്ഷെ നമുക്കിത് തീർക്കാം. നമുക്ക് ഫോക്കസ് മോഡിലിരുന്ന് പഠിക്കാം. അന്നേരം ഞാൻ ചെറിയൊരു സ്റ്റഡി മ്യൂസിക്കൊക്കെ ഇടും. ആക്ച്വലി അത് എനിക്കല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് പാട്ട് കേട്ടുകൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സ്പീഡിൽ എനിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ഒട്ടും ഡിസ്ട്രാക്റ്റഡ് ആവത്തില്ല. പക്ഷെ എനിക്ക് പാട്ടൊന്നും ഇല്ലെങ്കിൽ ചിലപ്പം ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ നമുക്ക് സ്റ്റഡി മ്യൂസിക് വയ്ക്കാം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്ത് തുടങ്ങിയാൽ പെട്ടെന്ന് എത്തിയിരും. അങ്ങനെ സോ ലെറ്റ്സ് ഗെറ്റ് ഗോയിങ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉറങ്ങാം. ഇപ്പം സമയം എനിക്കൊന്ന് 9 മണി കഴിഞ്ഞു. നാളെ നമുക്ക് രാവിലെ എണീക്കണം. എൻ്റെ അമ്മ കുഴപ്പമില്ല. ഈ ഒരു 2 ആഴ്ചത്തെ ഒരു തിരക്കേ ഉള്ളൂ. എനിക്ക് ശബ്ദം പോലും പുറത്ത് വരുന്നില്ല.
ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്ന് പഠിച്ചിട്ട് മെയിൽ കഴുകിയിട്ടൊക്കെ ഞാൻ വരാം. അങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. മേലൊക്കെ കഴുകി പല്ലൊക്കെ തേച്ചു. ആക്ച്വലി എനിക്ക് ഉറക്കം വന്നിട്ട് എനിക്ക് വയ്യ എനിക്ക്. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. If you stayed till now, thank you so much for watching, and I'll see you soon with another video. Bye.